ലവ് സ്റ്റോറീസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്ക് റിലേറ്റബിൾ ആയിരിക്കണം. അപ്പൊ അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ദാറ്റ്സ് ഔട്ട് ഓഫ് ദ വേൾഡ്. അങ്ങനെ ഒരു സിനിമയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത്. നമ്മൾ ഒളിച്ചോട്ടം സ്റ്റാർ അനശ്വര രാജൻ, ടൂറിസ്റ്റ് ഫാമിലി സിനിമയുടെ ഡയറക്ടർ, ഇവര് ലീഡായി അഭിനയിച്ച വിത്ത് ലവ് സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. എവിടെ നോക്കിയാലും ഈ സിനിമയ്ക്ക് ഭയങ്കര പോസിറ്റീവ് റിവ്യൂസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും ഭയങ്കര എക്സ്പെക്ടേഷനിലാണ് ഈ സിനിമ കണ്ടത്. എന്തെങ്കിലുമൊക്കെ കുറ്റം പറയാലോ, അതായിരുന്നു എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ എനിക്ക് സെക്കൻഡ് തോട്ട് വന്നു. അതായത് ഈ ഒരു പടത്തിനാണ്, ഇത് ഭയങ്കര മിഡ് പടമല്ലേ, ഇതിനാണോ ഇത്രയും പോസിറ്റീവ് റിവ്യൂസ്? എന്നാ ഇതിന്റെ സെക്കൻഡ് ഹാഫ് കണ്ടപ്പോ സോ 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 ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു ലവ് സ്റ്റോറിയാണ്. ആൻഡ് ഇതിൽ സെക്കൻഡ് ഹാഫിൽ ചില സീൻസ് ഉണ്ട്, എസ്പെഷ്യലി എക്സിനെ കാണാൻ പോയിട്ട് പ്രപ്പോസ് ചെയ്യുന്ന ഒരു സീൻ. ഈ സിനിമയുടെ സോൾ, ലൈഫ്, അതെല്ലാം ആ സീനാണ്. ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ആ ടൂറിസ്റ്റ് ഫാമിലി ഡയറക്ടർ, ആ പയ്യന്റെയോ അല്ലെങ്കിൽ അനശ്വരയുടെ പെർഫോമൻസ് അല്ല. അനീഷ വന്നിട്ട് ക്യാരക്ടർ ചെയ്തൊരു കൊച്ചുണ്ട്, ആളുടെ പേര് എനിക്കൊന്ന് കാവ്യ അനിൽ എന്നാണ്. ആ അനീഷ പറഞ്ഞ ഒരു ക്യാരക്ടർ ആ കൊച്ചല്ലാതെ വേറെ ആര് ചെയ്തിട്ടുണ്ടായിരുന്നേലും അതൊരു ഹാഫ് ബേക്ക്ഡ് വൺ പോലെ ആയിരിക്കും തോന്നുന്നുണ്ടാവുക. എന്നാ ആ കൊച്ചിന്റെ പെർഫോമൻസ്, ഷി വാസ് വെരി ബ്യൂട്ടിഫുൾ.